നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ രാജ്യത്ത് വീണ്ടും സെൻസസ് വരികയാണ്. കൊറോണ സമയത്ത് മാറ്റിവെച്ചിരുന്ന ഈ സെൻസസ് പ്രക്രിയ വീണ്ടും തുടങ്ങുകയാണ്. ജൂൺ മുതലായിരിക്കും ഇത് കേരളത്തിൽ നടപ്പിലാക്കുക. ഇപ്പോൾ ഇന്നു മുതലാണ് ഔദ്യോഗികമായി ഇതിന് തുടക്കമായത്. ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടി വരിക, അതിനു മുമ്പ് നമ്മൾ ഓൺലൈൻ ഇതിൻ്റെ ഫോമുകൾ എങ്ങനെ ഫില്ലപ്പ് ചെയ്യേണ്ടി വരും, എന്തെല്ലാം രേഖകൾ നമ്മൾ ഹാജരാക്കേണ്ടി വരും, രേഖകൾ എങ്ങനെ നമുക്ക് മുൻകൂട്ടി തയ്യാറാക്കി വെക്കാം എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിന് മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ഈ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പോൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. കോവിഡിൻ്റെ കാലത്ത് നടക്കേണ്ടിയിരുന്ന സെൻസസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഓരോ സംസ്ഥാനത്തിലെയും ഓരോ വീടുകളിലും നേരിട്ട് ഉദ്യോഗസ്ഥരെത്തി അവരുടെ ചോദ്യങ്ങൾ ചോദിക്കുകയും അത് ഡിജിറ്റലായി തന്നെ സൂക്ഷിക്കുകയും ചെയ്യും. നമ്മുടെ പേര്, വിദ്യാഭ്യാസം, വീട്ടിലെ അവസ്ഥ, വീടിൻ്റെ അളവുകൾ, മറ്റങ്ങനെ പല കാര്യങ്ങളുമായിരിക്കും അവർ ചോദിക്കുന്നത്. ജൂണിലെ തുടക്കത്തിലായിരിക്കും നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുക. ജൂൺ മുതൽ ജൂലൈ വരെയുള്ള സമയങ്ങളിൽ നമ്മളിപ്പോൾ SIR നടപ്പിലാക്കിയതുപോലെ ഒരു ഫോമുകൾ നമുക്ക് ലഭിക്കും. ആ ഫോമുകൾ നമ്മൾ ഫില്ലപ്പ് ചെയ്യുകയും പിന്നീട് വരുന്ന ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്യുന്ന രീതിയിലായിരിക്കും നടപ്പിലാക്കുക. ഇതേ ഫോം നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാനും സാധിക്കും. 16 ചോദ്യങ്ങൾക്ക് നമ്മൾ ഓൺലൈൻ വഴി മറുപടി നൽകി അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു നമ്പർ ലഭിക്കുകയും പിന്നീട് ഉദ്യോഗസ്ഥർ വീട്ടിൽ വരുന്ന സമയത്ത് നമ്പർ നൽകുകയുമായിരിക്കും ചെയ്യുക. ഏതായാലും ഇതിൻ്റെ കരട് വിജ്ഞാപനമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. നമ്മൾ സാധാരണക്കാർ ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഈ ഒരു സെൻസസ് നടക്കുന്ന സമയത്ത് നമ്മൾ യാതൊരു തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളോ അല്ലെങ്കിൽ രേഖകളോ അവർക്ക് നൽകേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും ചിലപ്പോൾ അവർ ആവശ്യപ്പെടുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കാണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ രേഖകളും റെഡിയാക്കി വെക്കുക. 2000-ന് ശേഷം ജനിച്ച ആളുകളാണെങ്കിൽ അവരുടെ ജനന സർട്ടിഫിക്കറ്റ് റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ജനന സർട്ടിഫിക്കറ്റിൽ പേര് ചേർക്കാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മുടെ പേര് ക്ലിയറാക്കി വെക്കുക. അതുപോലെ തന്നെ അതിനു മുമ്പ് ജനിച്ച ആളുകളാണെങ്കിൽ അവരുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മറ്റു കാര്യങ്ങളും റെഡിയാക്കി വെക്കുക. പല ആളുടെയും ജനന സർട്ടിഫിക്കറ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലെ പേരുകൾ ചിലപ്പോൾ ഫുൾ ഉണ്ടാവുകയില്ല. മാതാപിതാക്കളുടെ പേര് അതിൽ ചിലപ്പോൾ തെറ്റായിട്ടായിരിക്കും രേഖപ്പെടുത്തിയത്. ചിലപ്പോൾ സർനെയിം ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ പല പ്രശ്നങ്ങളും നമ്മുടെ ജനന സർട്ടിഫിക്കറ്റിൽ ചിലപ്പോൾ കാണാറുണ്ട്. നമുക്കറിയാം, ഈ ഒരു സെൻസസ് വരുന്ന സമയങ്ങളിലെല്ലാം ഇങ്ങനെയുള്ള ചിലപ്പോൾ ആളുകൾ പാനിക്കായി ഒരുപാട് അക്ഷയകൾ നേരിട്ട് പോയി ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്കുമായിരിക്കും. അതിന് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെക്കുക. ഇത് സെൻസസിന് മാത്രമല്ല, എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ രേഖകൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജനന സർട്ടിഫിക്കറ്റ്. അതിൽ തെറ്റുകൾ ചിലപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ജനന സർട്ടിഫിക്കറ്റിലെ പേര് തിരുത്തുക, മാതാപിതാക്കളുടെ പേര് തിരുത്തുക, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേരിലെ തെറ്റുകൾ തിരുത്തുക, പേര് ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആഡ് ചെയ്യുക, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ ഓൺലൈൻ വഴി ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വാട്സപ്പുമായി ബന്ധപ്പെടാൻ നിങ്ങൾക്ക് ചെയ്യും. ഒരുപാട് വാട്സപ്പിൽ മെസ്സേജുകൾ വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിന് ചെറിയ രൂപത്തിൽ ചാർജ് ഈടാക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പ് നമ്പർ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് വരുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ വാട്സപ്പ് നമ്പർ ലഭിക്കാൻ നമ്മൾ 29 രൂപ ചാർജ് ഈടാക്കുന്നുണ്ട്. ഈ ചാർജ് നൽകി കഴിഞ്ഞാൽ നിങ്ങൾ വാട്സപ്പുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഓൺലൈൻ വഴി ചെയ്തു തരുന്നതാണ്. ജനന സർട്ടിഫിക്കറ്റ് തെറ്റുതിരുത്തൽ, മാതാപിതാക്കളുടെ പേര് തിരുത്തൽ അടക്കമുള്ള കാര്യങ്ങൾ നമ്മളിത് ചെയ്യുന്നതാണ്. ഏതായാലും സെൻസസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു